പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തന ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ സംഭവം മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുള്ള മനുഷ്യപുത്രനാണ് യേശു എന്ന് വാദിക്കുവാനാണ് മത്തായി ഈ സംഭവത്തെ ഉപയോഗിക്കുന്നത്. ഈ ജനിക്കുവാൻ പോകുന്ന ശിശുവിനെക്കുറിച്ച് ജോസഫിന് ലഭിക്കുന്ന സന്ദേശത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രവചിച്ചു, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മത്തായി 1:21. ഈ വചനത്തിൻ്റെ പൂർത്തീകരണമായി ഇന്നത്തെ സുവിശേഷത്തെ വായിച്ചെടുക്കാനാകും. ദൈവമായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ പാപത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിച്ച് യഥാർത്ഥ സൗഖ്യം രക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് ക്രിസ്തു. ഈ പ്രവചനം അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കുന്നത് കുരിശിലാണ്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വാചാലനാകുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് എഴുതുന്നു, കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വമില്ലാത്തവരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതിമത്കരിക്കപ്പെട്ടു. വിശ്വാസത്താൽ അവൻ്റെ രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു. ദൈവം തൻ്റെ ക്ഷമയിൽ മുൻ പാപങ്ങൾ അവഗണിച്ചുകൊണ്ട് തൻ്റെ നീതി സ്പഷ്ടമാക്കി. വീണ്ടും റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായം 8-9 വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതിമത്കരിക്കപ്പെട്ട നാം അവൻ മൂലം എത്രയധികമായി ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കും. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്തെന്നാൽ അവനിൽ സർവപൂർണതയും നിവസിക്കാൻ ദൈവം സംപ്രീതനായി. എല്ലാ വസ്തുക്കളുടെയും സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ളതാകട്ടെ അവനിലൂടെ അവിടുന്ന് തന്നോട് രഞ്ജിപ്പിക്കുകയും അവൻ കുരിശിലെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ പാപം നിമിത്തം മൃതരും ജഡികതയുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്കെതിരെ ലിഖിത നിയമങ്ങൾ അവൻ മായ്ച്ചു കളയുകയും അവ കുരിശിൽ തറച്ച് നമ്മുടെ മധ്യേ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെ ലഭിക്കാനിരിക്കുന്ന പാപമോചനത്തിൻ്റെ മുന്നാസ്വാദനമായി ഇന്നത്തെ വചനത്തെ നമുക്ക് വായിച്ചെടുക്കാനാകും. യേശുവിൻ്റെ പാപമോചന വചനത്തിൽ വിശ്വസിക്കാതെ അതിനെ ദൈവദൂഷണമായി പ്രമാണികളും നിയമജ്ഞരും പരിഹസിക്കുകയാണ്. മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ യേശുവല്ല യഥാർത്ഥ ദൈവദൂഷകൻ എന്നും
പ്രമാണികളും നിയമജ്ഞരുമാണ് യഥാർത്ഥ ദൈവദൂഷകരെന്നും കാണിക്കുന്നു. കുരിശിൽ കിടക്കുന്നവനെ നോക്കി പുരോഹിതന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്നും ഇറങ്ങി വരട്ടെ. മത്തായി 15:31. ഇതല്ലേ യഥാർത്ഥ ദൈവദൂഷണം? മത്തായി തൻ്റെ യഥാർത്ഥ അനുവാചകരോടും ഇന്ന് ഈ വചനം വായിക്കുന്ന നമ്മളോടും പറയുന്നു, ക്രിസ്തുവിൻ്റെ പാപമോചന അധികാരത്തിൽ അവിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ദൈവദൂഷകർ. അതിൽ വിശ്വസിക്കുന്നവരോ സുവിശേഷ ഭാഗത്തിലെ അവസാനം ജനക്കൂട്ടത്തെ പോലെ ദൈവമഹത്വം അംഗീകരിക്കുന്നവരും. ഇന്നത്തെ സുവിശേഷത്തിൽ അവസാന ഭാഗത്തിൽ ജനക്കൂട്ടം യേശുവിൻ്റെ ഈ പ്രവൃത്തി കണ്ട് അവന് ഇന്ന് അധികാരം നൽകിയതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനി നമ്മളോടുള്ള ചോദ്യം, ഞാൻ ക്രിസ്തുവിൻ്റെ പാപമോചന അധികാരം ചോദ്യം ചെയ്ത് ദൈവദൂഷണം പറയുന്നവനോ അതോ അവിടുന്നിലൂടെ ലഭ്യമാകുന്ന പാപമോചനം അംഗീകരിച്ച് ദൈവമഹത്വം പ്രഘോഷിക്കുന്നവനോ? രണ്ടാമത്തെ ഗണത്തിലാകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിശ്വാസികളായ നാം എല്ലാവരും. അങ്ങനെയെങ്കിൽ കുരിശിലെ കൃപയാൽ സ്ഥാപിതമായ കുമ്പസാരക്കൂട്ടിലണഞ്ഞ് നമുക്കും ക്രിസ്തു നൽകുന്ന പാപമോചനം വ്യക്തിപരമായി സ്വന്തമാക്കാം. കുമ്പസാരക്കൂട്ടിലിരുന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു, മകനേ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആപാദചൂഡം നമ്മളും സുഖമാക്കപ്പെടും.